പ്രാവശ്യം നബിദിന ഓണൊക്കെ ഒപ്പാണല്ലേ? നബിദിനം ചങ്ങായി പണ്ടൊക്കെ നബിദിനം. പണ്ടത്തെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചെറുക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി പായസോ ഹോർലിക്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കണം. ആരും പൈസ തരാൻ റെഡി അല്ലടാ. ഈ 100-200 തന്നുകൊണ്ട് ഇങ്ങനെ ഇതാക്കല്ലേ. പൈസ ചോദിച്ച ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇല്ലേനും ആരും അറക്കും ചെയ്യൂല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ഇന്നെന്താ കുട്ടിയാ ചർച്ച? നബിദിനത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. പരിപാടി എന്താ ഏതാന്നില്ല ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഇപ്പത്തൊക്കെ എന്ത് നബിദിന? പണ്ടൊക്കെ അല്ലേടാ നബിദിനം. ഒന്നാ നീങ്ങിന്നാടി. അല്ല വസീറാക്കോ, ഇങ്ങളെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു നബിദിന പരിപാടിയൊക്കെ? നമ്മളൊക്കെ കാലത്ത് ഞാൻ തന്നെയല്ലേ നബിദിനം നടത്തിയത്. അതെന്തിയെ? എല്ലാ പരിപാടിക്കും കൂടിയോ? എല്ലാ പരിപാടിയും നമ്മൾ തന്നെ. എല്ലാ പരിപാടിക്കും സെക്കൻഡ് ആരാ ആൾക്കാർ നോക്കല്. അപ്പൊ ഫസ്റ്റ് ആയിരിക്കാ? ഫസ്റ്റ് എന്താ പറയേണ്ടത്? അത് ബസീറിനല്ലേ? അങ്ങനെന്തോ? ആ, ഞാൻ ഈ പരിപാടിക്ക് പോകുമ്പോ 5 കുപ്പായിട്ടാ പോയത്. അതെന്താ? അന്നൊക്കെ കഥാപ്രസംഗം ഉണ്ടെന്നോ ആദ്യം, പിന്നെ കഴിഞ്ഞ ബസീറിന്റെ പാട്ട്, പിന്നെ കഴിഞ്ഞ ദബ്ബമുട്ട്, പിന്നെ കോലിക്കളി, പിന്നെ സ്കൗട്ട്, എല്ലാതും ഞാൻ തന്നെ. എന്തിനേറെ പാട്ട്, ആങ്ങിയ പാട്ട് വരെ പാടിയില്ല ബസീർ. നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കണോ? എന്താ പോയി കുട്ടികൾക്ക് അങ്ങനെ ഉറക്കം നോക്കാൻ നടത്താം. അതിന് സദർസ്ഥാതെ കുറിച്ചും ബസീറിന്റെ ഒരു പാട്ടുണ്ട് എന്ന് പറയും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു ഉണർവ് ഇങ്ങനെ വരും. പോയന്റെ വരെ കൊണ്ട് ഇനി പിന്നെ പറയാം. അല്ല ബസീറെ, നബിദിനം ഇവിടെ അടുത്തു. നബിദിനം എന്ന് അറിയുന്നേക്കുമ്പോത്തിനേ എനിക്ക് എന്താ പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. മൂപ്പർക്ക് ഫസ്റ്റ് കിട്ടിയ കാര്യങ്ങളല്ലേ? ആ ഫസ്റ്റ് കിട്ടിയ കാര്യമൊന്നല്ല. ഓനുണ്ടായി സദർസാവ് പാട്ട് പാടാൻ വേണ്ടിയിട്ടേ സ്റ്റേജുമൊക്കെ വിളിച്ചു. മൂപ്പര് സ്റ്റേജുമ കയറിങ്ങാണ്ടേ ആകപ്പാടെ ഇങ്ങോട്ട് വിറച്ചിട്ട് മൂപ്പര് തുണി കൂടിയൊക്കെ പാടെ പാത്തി മുക്കിയാണ്ട് സ്റ്റേജും വന്നിട്ട് ഇറങ്ങിയാണ്ട് ഓടിയിട്ട് മൂപ്പര് ഓണ്ടല്ലോ. പിന്നെ ഒരു മാസത്തിന് മദർസിന്റെ മുറ്റത്തും കൂടി വന്നിട്ടില്ല. ആ ചെറുക്കന്മാരുടെ അടിയിലൊക്കെ നമ്മളെ വസളാക്കി. വണ്ടി വേണ്ടേ? വണ്ടിയൊക്കെ പിന്നെടുത്തോളാം.